ഹലോ, നമുക്ക് 4 മണി ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു ഈസി ബനാന റോൾ റെസിപ്പി നോക്കിയാലോ? ആദ്യം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 ഏലക്കായ പൊടിച്ചതും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്കൊരു മുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കാം. മുട്ടയും കൂടി ചേർത്ത ശേഷം ഇത് നല്ലപോലെ ബീറ്റ് ചെയ്യണം കേട്ടോ. നല്ലപോലെ ബീറ്റ് ചെയ്ത് എല്ലാം നല്ലപോലെ മിക്സായി വരണേ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ പഞ്ചസാരയൊക്കെ അതിൽ മിക്സ് ആവുള്ളൂ. കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ മാവ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഴം വാട്ടിയെടുക്കണം കേട്ടോ. അതിനായി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കണേ. നെയ്യ് ഓവർ ആവണ്ട, കുറച്ച് മതി. എന്നിട്ട് നമ്മളൊരു പഴം നീളത്തിൽ എരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുക. പഴത്തിൻ്റെ 2 സൈഡും തിരിച്ചിട്ട് കൊടുത്താണ്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പഴം ഒന്ന് വാടി വരുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ മാവ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ നമ്മളൊന്ന് കറക്കി കൊടുക്കണം കേട്ടോ പാന്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ആ പഴം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചിരകി വെച്ചിട്ടുള്ള ഒരു 1/2 കപ്പ് തേങ്ങ കൂടി അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം കേട്ടോ. എന്നിട്ടത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അതൊന്ന് വെന്ത് വരുന്ന ടൈമിൽ നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യുന്നുണ്ട്. ഇതേപോലെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഈ റോളെ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ബനാന റോൾ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.